ആങ്കർ മാനേജ്മെന്റ്, അതായത് ദേഷ്യം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും. ഇതിന് പറ്റിയിട്ടുള്ള വേറെ ടെക്നിക്കാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ദേഷ്യം വരികയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ദേഷ്യം വരുന്ന ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ നിർത്തുക. അതായത് ആ സംസാരങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നത് നമ്മൾ പതുക്കെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക്, നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നുമല്ല, നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒന്ന് കണ്ണടച്ച് നല്ല രീതിയിൽ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ഓക്സിജൻ എല്ലാം നമുക്ക് മൂക്കിലൂടെ എടുത്തു കഴിഞ്ഞ് ഒന്ന് നമുക്ക് ബ്രീത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് എക്സേൽ ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ദേഷ്യം ഒന്ന് നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പിന്നെയും വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട്. മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, അതേപോലത്തെ യോഗ പോലത്തെ ടെക്നിക്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ യോഗയും അതേപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ കുറെ സമയം എടുക്കുന്ന കാര്യമായിരിക്കും, അല്ലെ കുറച്ച് നേരം നമുക്ക് വേണ്ടി. അപ്പൊ നമുക്ക് ഒരു മീറ്റിങ്ങിന്റെ ഉള്ളിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺഫറൻസിന്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. അതിനാണ് നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളതാണ്. ചുമ്മാ നിങ്ങളൊന്ന് ഒരു 2 മിനിറ്റ് അതിനൊന്ന് ശരിക്കും ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ദേഷ്യം കുറെ അധികം കുറഞ്ഞു